നാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ റോസ് പ്ലാന്റിന്റെ ലോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെറൈറ്റി റോസുകളുണ്ട്. വെറൈറ്റി റോസ് ഞങ്ങൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അല്ലാതെ കുറച്ച് റോസ് ഉണ്ട്, അതിപ്പോൾ ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ റോസുകളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മുടെ ക്രിക്രി റോസിന്റെ ഒരു പിങ്ക് ആണ്. നിറച്ച് പൂ പിടിക്കുന്ന, കൊലകൊലയായിട്ട് പൂ പിടിക്കുന്ന റോസാണ്. എനിക്ക് എപ്പോഴും ഈ ചെറിയ പൂക്കള് നിറയെ പിടിക്കുന്ന റോസുകളുടെ അടുത്താണ് താല്പര്യം. അപ്പൊ എപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് എത്തി നിൽക്കുന്ന ഇതിലായിരിക്കും. അങ്ങനെ മറ്റേ വലിയ ഫ്ലവറൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ പൂത്ത് അങ്ങ് നിൽക്കും. ഇതങ്ങനെയല്ല, എപ്പോഴും നല്ല നിറച്ച് പൂ. ഞാൻ എൻ്റെ കളക്ഷനും മൊത്തവും ഇതാണ്, ഈ ചെറിയ ചെറിയ പൂ പിടിക്കുന്ന റോസുകളാണ്. ഇനി ഒരു ദിവസം എൻ്റെ കളക്ഷൻസിന്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന റോസ് ഇതാണ്. ഒന്ന് ഫസ്റ്റ് പിങ്ക് ക്രിക്രി, പിന്നെ വന്നിട്ട് ഇതാ ഒരു വൈറ്റ് ക്രിക്രി, പിന്നെ വന്നിട്ട് ഒരു റെഡ്. അത് നല്ല രസമുണ്ട്. ഒരു കൊലയിൽ ഒരുപാട്, എല്ലാത്തിലും അങ്ങനെ തന്നെ, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു റെഡ്. പിന്നെ വന്നിട്ട് പീച്ചിന്റെ കുറച്ച് വലിയ ഫ്ലവറിന്റെ ഒരു ക്രിക്രി റോസാണ്. വലിയ ഫ്ലവറാണ് ഇതും ഒരുപാട് പൂക്കും. ഇത് എൻ്റെ കളക്ഷനിലുണ്ട്, ഒരുപാട് പൂക്കും, നിറച്ച് എപ്പോഴും ഫ്ലവറാണ്. ഈ പറഞ്ഞ റോസുകളെല്ലാം അതുപോലെയാണ്, പക്ഷേ നിറയെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഒരു സമയത്ത് 25 പൂവൊക്കെ എൻ്റെ ചെടിയിൽ പൂക്കാറുണ്ട്. വലിയ ഫ്ലവറുമാണ്, നല്ല അടിങ്ങിയ പെറ്റൽസ് ഒക്കെ ഉള്ള വലിയ പൂവാണ്. ഇത് ഇത്രയും ആണ് ഇന്ന് വന്നിട്ടുള്ള ക്രിക്രി റോസിലുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ റൂബി റെഡ്. ഭയങ്കര ആ റെഡിന് തന്നെ ഒരു പ്രത്യേകതയാണ്. ഒരു റൂബി റെഡ് വന്നിട്ടുണ്ട്, അത് നിറച്ച് പൂ പിടിക്കുന്ന റോസാണ്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ചൈന മൗരി. അത് നമുക്ക് തീർന്നു പോയൊരു റോസായിരുന്നു, ഒരുപാട് പേർക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അത് വീണ്ടും ഞങ്ങൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചൈന മൗരിക്ക് പിന്നെ അത് ഇപ്പൊ സ്റ്റോക്ക് കുറവാണ്, ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ ജീൻ റോസിന്റെ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഓറഞ്ചും ഉണ്ട്. ഓറഞ്ച് എപ്പോഴും വീഡിയോയിൽ ഇടുന്നത് കൊണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല. അതിന്റെ ഒരു പിങ്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഓറഞ്ചും ഉണ്ട്. ഓറഞ്ച് ആവശ്യക്കാർക്ക് ബുക്ക് ചെയ്യാം. അത് ഇതുപോലെ കൊലകൊലയായിട്ട് പിടിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പീസ് ആൻഡ് ലവ് നമുക്ക് തുടക്കക്കാർക്ക് പോലും വളർത്താൻ പറ്റുന്ന ഒരു റോസാണ്. അതിൻ്റെ ഒരു ഭംഗി ഉണ്ട്. അത് കാണിക്കാനാണ് ഞാൻ ഈ 2 ചെടി എടുത്ത് വെച്ചത്. ഇതുപോലെ കളർ മാറി മാറി വരും. ഇതാണ് പീസ് ആൻഡ് ലവിന്റെ പ്രത്യേകത. നല്ല മണവും ഉണ്ടാവും, നിറയെ പൂക്കുകയും ചെയ്യുന്ന ഒരു റോസാണ്. തുടക്കക്കാർക്ക് പോലും വളർത്താൻ പറ്റുന്ന ഒരു റോസാണ്. പിന്നെ ഉള്ളത് നമ്മൾ അഹല്യ. അതും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഒരു റോസാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് റോസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മളെ മാംഗോ യെല്ലോ. പിന്നെ വരുന്നത് ചില്ലി റെഡ്. ഇതും ഒരുപാട് പൂക്കുന്ന, തുടക്കക്കാർക്ക് പോലും വളർത്താൻ പറ്റുന്ന ഒരു റോസ് തന്നെയാണ് ചില്ലി റെഡ്. നമ്മളെ മിഡ് നൈറ്റ് ബ്ലൂ. നമ്മളെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞൊരു റോസ് ഉണ്ട്. ഇതും കഴിഞ്ഞ പ്രാവശ്യം തികയാതെ വന്നു, അതുകൊണ്ട് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ്. പിന്നെ ഇത് ഓറഞ്ച് ബട്ടൺ റോസ് ഉണ്ടോ, നിറച്ച് പൂ പിടിക്കുന്ന ഓറഞ്ച് ബട്ടൺ റോസ്. പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. പിന്നെ ഉള്ളത് ഒരു വള്ളി റോസ് കാണിക്കാം. റെഡ് വള്ളി റോസാണ്, കൊലകൊലയായിട്ട് പൂക്കുന്ന റെഡ്, കുറച്ച് വലിയ പൂവിന്റെ വള്ളി റോസാണ്. അതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട്. എല്ലാം കൂടി എടുത്ത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ റൂബി ഓറഞ്ച് വീണ്ടും ഒന്നുകൂടി കാണിക്കാം. പിന്നെ ജോളി റോസ്, നല്ല ഓറഞ്ചാണ്. ജോളി റോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, കണ്ണ് മഞ്ചിപ്പോകുന്നൊരു ഓറഞ്ചാണ്.
പിന്നെ ഉള്ളത് റൂബി ഓറഞ്ച്, ചൈന മൗരി. ഇതൊക്കെ റെയർ റോസിൽ പെട്ടതാണ്. ചൈന മൗരി അറിയായിരിക്കുമല്ലോ, അതിന് റേറ്റും കുറച്ച് കൂടുതലാണ്. കൊത്തുമഞ്ഞ, ഇതൊക്കെ നിറച്ച് പൂ പിടിക്കുന്നതാണ്. അതിൽ ആ കൊത്തുമഞ്ഞയിൽ പെട്ടത് തന്നെ വേറൊരു വെറൈറ്റി ഓറഞ്ചാണ്. ഇതൊരു എന്താ ഒരു മഞ്ഞയും കൂടി കലർന്ന ഒരു ഓറഞ്ചായിട്ട് വരും. അതുപോലെ തന്നെ ഒരു മജന്തയും ഓറഞ്ച് റെഡും കൂടി കലർന്ന ഒരു ബട്ടൺ റോസ്. ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ നമ്മൾ പ്ലാന്റ് അയക്കും. പിന്നെ നമ്മളെ ബട്ടർഫ്ലൈ റോസ്, പിന്നെ നമ്മളെ താജ്മഹൽ റോസ്. ഇതെല്ലാം നിറച്ച് പൂ പിടിക്കുന്ന റോസുകളാണ്. താജ്മഹൽ റോസ്, ബ്ലാക്ക് റോസ് ഒക്കെ ഇത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് അബ്രാക്കഡബ്ര വന്നിട്ടില്ല. അത് ഇനി അടുത്ത സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. ഇത് നിറച്ച് പൂ പിടിക്കുന്ന ഒരു റോസ്, താജ്മഹൽ റോസ്. ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം കൂടി എടുത്തിട്ട് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ട് ഇത്രയും. പിന്നെ ഒരു നാടൻ വൈറ്റ് റോസ് ഉണ്ട്. നാടൻ വൈറ്റ് അത്യാവശ്യം വലിയ ഫ്ലവറാണ്. നാടൻ വൈറ്റ് റോസ്. പ്ലാന്റ് ചെറുതാണ്, പക്ഷെ വില കൂടുതലാണ്. ഒത്തിരി പേര് കമൻ്റായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നാടനാണോ എന്ന്. നാടനാണെങ്കിൽ നാടൻ റോസ് ഞങ്ങൾ എടുത്ത് തന്നെ പറഞ്ഞാണ് സെയിൽ ചെയ്യുന്നത്. ഇത് ബഡ് റോസാണ്. വെറൈറ്റി വേണമെങ്കിൽ നമുക്ക് ബഡ് റോസ് തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഇത് ബാംഗ്ലൂർ ബഡ് അല്ല, ഞങ്ങൾ തമിഴ്നാടിൻ്റെതാണ് എടുക്കുന്നത്. ബാംഗ്ലൂർ ബഡ് നമ്മളെ കാലാവസ്ഥയിൽ പിടിക്കാത്തതാണ്. എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചവർക്കൊക്കെ അറിയാം, നല്ല ഹെൽത്തി പ്ലാന്റാണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് നല്ല കമൻറ്റുകൾ വരാറുണ്ട്. അവർ പൂ വിരിയുമ്പോഴും ചെടി വളരുമ്പോഴും ഒക്കെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാറുണ്ട്. അതുകൊണ്ട് ആ ടൈപ്പ് റോസുകളാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലും കൂടിയാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി എല്ലാ പേരും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഈ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, റോസ് വളർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടാൻ. ഞാൻ നേരത്തെ ഒരു വർഷത്തിന് മുമ്പോ 2 വർഷത്തിന് മുമ്പോ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ഉടനെ തന്നെ റോസിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ കെയറിങ്ങും ഒക്കെ ചേർത്തുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എല്ലാവർക്കും ചെടികൾ വന്ന്, അതായത് കൊല്ലം, വർക്കല, തിരുവനന്തപുരം, അങ്ങനെ ഈ നമ്മളെ തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കൊറിയർ ചോദിക്കാതെ പരമാവധി വന്നെടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ല നല്ല പ്ലാന്റുകൾ സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. നിങ്ങളെ ഇഷ്ടത്തിന് ചെടി എടുക്കാൻ ഫ്രഷായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ദൂരെ ഉള്ളവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൊറിയർ അയക്കുന്നത്. അടുത്തുള്ളവർ പരമാവധി വരിക, ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കാം. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും, നിങ്ങൾ റോസ് നടുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഞങ്ങളെ ഗാർഡൻ സെറ്റായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സെറ്റായി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ വരുന്നുണ്ട്. കമേലിയയുടെ വലിയ പ്ലാന്റ്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഉടനെ എത്തുന്നതാണ്. കമേലിയയുടേത് കൽക്കട്ടയിൽ ഞങ്ങളുടെ ആൾ പോയിട്ടുണ്ട് കമേലിയ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് പിന്നെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഞങ്ങൾ തരാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളെ അതുപോലെ അടീനിയത്തിൻ്റെ ഒരു 500ഓളം വെറൈറ്റി ഞങ്ങൾക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്ന ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഞങ്ങളെ ഗാർഡനും സെറ്റായി വരുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. എനിക്ക് ഒരു കൊറിയർ അയക്കാനും കുറച്ച് ഇവിടെ പുതിയൊരു സ്ഥലമായതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ കൊറിയർ പാക്ക് ചെയ്യുന്നത് പുതിയ ആളാണ്. പുതിയ ആളിന് വലിയൊരു പരിചയമൊന്നുമില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സ്ലോ ആവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്തവരിൽ പ്ലാന്റ് കിട്ടാത്തവർ എന്നെ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ഇടണം. ഒരുപാട് എക്സോട്ടിക് പ്ലാന്റ്സുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം
വഴിയെ ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇടാം, അല്ലെങ്കിൽ പറയാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ബൊഗൈൻ വില്ലാസ് ആയിരിക്കും. നല്ല വെറൈറ്റി ബൊഗൈൻ വില്ലാസ് നമ്മൾ തരുന്നതാണ്. അത് ഞങ്ങൾ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ കുറച്ച് തിരക്കായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഞാനൊരു പക്ഷേ ഫോൺ എടുത്തില്ലെങ്കിൽ, ഞാൻ മിസ് കോൾ കണ്ടാലും ഞാൻ രാത്രിയിലൊക്കെ തിരിച്ച് വിളിക്കും തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർക്കെങ്കിലുമൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകൾ അതുപോലെ സെറ്റ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.